നിരവധി യാത്രക്കാരാണ് കോട്ടയം കരൂരിലെ വഴിയോര വിശ്രമ കേന്ദ്രം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ വിശ്രമ കേന്ദ്രം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. 40 ലക്ഷം രൂപയോളം മുടക്കിയാണ് തിരക്കേറിയ പാലാ തൊടുപുഴ ദേശീയപാതയിൽ യാത്രക്കാർക്കായി വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. 2 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ വിശ്രമ കേന്ദ്രം പ്രവർത്തിച്ചത് ചുരുങ്ങിയ നാളുകൾ മാത്രമാണ്. വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത കരാറുകാരൻ പിന്മാറിയതോടെയാണ് വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലച്ചത്. വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുമുള്ള സൗകര്യങ്ങളോടുകൂടിയായിരുന്നു വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നത്. എന്നാൽ ഈ വിശ്രമ കേന്ദ്രം ഇപ്പോൾ ആർക്കും ഉപകാരമില്ലാതെ കിടക്കുകയാണ്. വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം തുറന്നു പ്രവർത്തിക്കുന്നതിന് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടപടികൾ എടുക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ പോലും അവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അടിയന്തരമായ അന്വേഷണം വേണം, അഴിമതിക്കാരെ അവർക്കെതിരെ നടപടി വേണം എന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഇത് തുറന്നു പ്രവർത്തിക്കണം. കുടുംബശ്രീയെ ഈ സംരംഭം ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ശക്തമായ സമര പരിപാടിയുമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി വരും ദിവസങ്ങൾ മുന്നോട്ട് വരും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. വിശ്രമ കേന്ദ്രത്തോട് ചേർന്ന് കുട്ടികൾക്കായി നിർമ്മിച്ച പാർക്കും കാടുകയറി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പാർക്കിലെ ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിക്കുകയാണ്. വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകരെ ഏൽപ്പിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.